ഇന്നത്തെ കണ്ടന്റ് ഒരു മാച്ച് റിവ്യൂ തന്നെയാണ്. നമ്മളെ ചാമ്പ്യൻസ് ലീഗ് ആസ്റ്റൺ വില്ല വേഴ്സസ് PSG മാച്ച്. അപ്പോൾ ഇന്നലെ ആ കളിയായിരുന്നു കണ്ടത്. അതിലൊരു ക്യൂറിയോസിറ്റിയാണ് കാരണം. എന്താ വെച്ചാൽ ആസ്റ്റൺ വില്ല പ്രീമിയർ ലീഗിലെ ഒരു പഴയൊരു ടീമാണ്. അപ്പോൾ ഞാൻ പൊതുവെ പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്ന ആൾ തന്നെയാണ് നോർമൽ. അപ്പോൾ ആസ്റ്റൺ വില്ല എപ്പോഴും ബിഗ് ടീംസിനോട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്. ആ ഒരു സെറ്റില്ലേ നമ്മളെ ന്യൂകാസിൽ, ആസ്റ്റൺ വില്ല, വെസ്റ്റ് ഹാം, ടോട്ടൻഹാം ഹോട്ട്സ്പർ, അതിനകത്ത് ബിഗ് ഫോറിൻ്റെ അടുത്ത് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക് കളി കാണുന്നതിന് മുമ്പ്. ഇന്നലത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ പി എസ് ജി ആണ് വിൻ ചെയ്താൽ അറിയാം. നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇന്നലെ കളി കാണാൻ നമ്മളെ ഇവർ പ്രിൻസ് ഉണ്ടായിരുന്നു, വില്യം രാജകുമാരൻ. അതിപ്പോൾ ഞാൻ പണ്ടടിയെ വായിച്ച ഓർമ്മയുണ്ട്. ഈ വില്യം രാജകുമാരൻ ഇവരെ ആസ്റ്റൺ വില്ലൻ്റെ ഹാർഡ് കോർ ഫാനാണ്. അതേപോലെ തന്നെ എലിസബത്ത്, അവർ മരണപ്പെട്ട അവർ എന്ന് പറഞ്ഞാൽ ആർസണൽ ഫാനായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു മാസിനെ ഫോളോ ചെയ്യാന്നെല്ലാം പറയില്ലേ, അതേപോലെയല്ല. അപ്പോൾ അത്രയും വലിയ വലിയ ആൾക്കാരെല്ലാം, പക്ഷെ അവരൊരിക്കലും മാസിനെ ഫോളോ ചെയ്യുന്നില്ല. അവരിപ്പോൾ ലണ്ടനിലായിട്ട് കൂടി അവർ ചെൽസിനെയോ അല്ലെങ്കിൽ ആർസണലിനെയോ ഒന്നുമല്ല ഫോളോ ചെയ്യുന്നത് വില്യൻ രാജകുമാരൻ. അപ്പോൾ അയാളുടെ ചൈൽഡ്ഹുഡ് ക്ലബ്ബായിരിക്കണം ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ല വലിയ ക്ലബ്ബാണ് എന്നാലും. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല മാച്ചായിരുന്നു. എസ്പെഷ്യലി PSG പ്ലേ ഗുഡ് ഫുട്ബോൾ. നെയ്മർ മെസ്സിയെല്ലാം പോയതിന് ശേഷം ഞാൻ അങ്ങനെ ഫോളോ ചെയ്യില്ല. അവരുള്ള ടൈമിൽ ഞാൻ അത്യാവശ്യം കളി കാണാനുണ്ടായിരുന്നു, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തിയ സീസണിലൊക്കെ. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി സിസ്റ്റം കുറച്ചുകൂടി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നു. ഇവർ കളിച്ചതെന്ന് പറഞ്ഞാൽ 4-3-3 ഫോർമേഷനിലാണ്. മുമ്പിൽ ഡംബലെ, പിന്നെ ഡൊയി എന്നോട്ടുള്ള പ്ലെയർ, പിന്നെ കോച്ചസ്ക, പിന്നെ വിറ്റീന മിഡിലുണ്ടായിരുന്നു, മറ്റേ ഹക്കീമി, പിന്നെ ബാൽഡെ എന്നോട്ടുള്ള പ്ലെയർ എല്ലാം ബാക്കിൽ, പിന്നെ ഒരു നൂനോ മെൻഡസ് ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് അങ്ങനെയെല്ലാം കളിച്ചിരുന്നത്. മറ്റേ ഇവർ ആസ്റ്റൺ വില്ല ഉഷാറാക്കി. എന്താ വെച്ചാൽ അവർ വലിയൊരു ടീമിനോട് കളിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഉണ്ടായിട്ട് കൂടി അവർ ഡിഫെൻസീവ് ഫോർമേഷൻ അല്ല ചെയ്തത്. 4-2-3-1 ആണ് ചെയ്തത്. ലോൺ സ്ട്രൈക്കറായിട്ട് നമ്മളെ യുണൈറ്റഡിൻ്റെ ആസ്റ്റൺ വില്ല നമ്മളെ റാഷ്ഫോർഡാണ് കളിച്ചത്. പിന്നെ റോജേഴ്സ്, പിന്നെ വിങ് ബാക്കായിട്ട് പിന്നെ മെഗ്ഗിൻ എന്നുള്ള പ്ലെയർ, സ്കോട്ടിഷ് പ്ലെയറാണ്, അവരെല്ലാം കളിച്ചു. പിന്നെ വിങ് ബാക്കായിട്ട് നമ്മളെ ക്യാഷ്, അങ്ങനെയല്ല ഫുള്ള് പ്ലെയേഴ്സിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കളിച്ച 4-2-3-1 ആണ് ഫോർമേഷൻ ഉണ്ടായത്. അതെന്ന് പറഞ്ഞാൽ ഇന്നലെ കളി എന്ന് പറഞ്ഞാൽ ഒരു വൺ സൈഡഡ് ഗെയിം ആണെങ്കിൽ കൂടി ഫസ്റ്റ് സ്കോർ ചെയ്തത് ആസ്റ്റൺ വില്ലയാണ്. അത് ആ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഗോളാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതൊരു പ്രീമിയർ ലീഗിൻ്റെ ക്വാളിറ്റി കാണിക്കുന്ന ഒരു ഗോളാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ബിഗ് ക്ലബ്സും ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് വിങ് ബാക്കാണ്. അത് ഹോട്ടായിട്ടുള്ള ലെഫ്റ്റ് വിങ് ബാക്കാണ് ഈ നൂനോ മെൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ, അതായത് PSG പ്ലെയർ. പക്ഷേ ആ നൂനോ മെൻഡസിൻ്റെ ബോഡി ചാർജ് ചെയ്തിട്ട്, അതായത് മെഗിൻ എന്ന് പറഞ്ഞ വെസ്റ്റ് ഹാം അല്ല എനിക്കെപ്പോഴും മാറിപ്പോകും വെസ്റ്റ് ഹാമും ആസ്റ്റൺ വില്ലൻ്റെ മിഡ്ഫീൽഡർ, സ്കോട്ടിഷ് പ്ലെയറാണ്. എന്താ പറയുക, ഒരു 5 മില്യൺ 8 മില്യൻ്റെ എല്ലാം പ്ലെയറാണ്. അയാൾ പോയിട്ട് ഒരു നോർമൽ പ്ലെയർ, നമ്മൾ ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ എന്താ വലിയ പ്ലെയറാണ് ആസ്റ്റൺ വില്ല, എന്നാലും മറ്റേ ടോപ്പ് ഫ്ലോറിലൊന്നും കളിക്കുന്ന പ്ലെയർ അല്ലല്ലോ. ആ ഒരു പ്ലെയർ പോയിട്ട് ബോഡി ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഇവർ ബോൾ ലോസായി. മെഗിന് ബോൾ പിടിച്ചെടുത്ത് ഒരു 35-ാമത്തെ മിനിറ്റ് അത് എഗെയിൻസ്റ്റ് റൺ ഓഫ് പ്ലേ ആണ് ആ ഗോളേക്ക്. ബോള് മെഗിന് ന്യൂനോമെൻറ്റസിന് എടുത്ത് എന്നിട്ട് നേരെ റാഷ്ഫോർഡിന് കൊടുത്ത്, റാഷ്ഫോർഡ് നൈസായിട്ടൊരു ലൈറ്റായിട്ടൊരു പാസ് വിങ്ങിലോട്ട് ഇവനിക്ക് കൊടുത്ത്, എന്താ പറയുക, ടില്ലമാൻസ് തൊട്ട്. പിന്നെ അത് ഒരു ചെറിയൊരു ക്രോസ് കൊടുത്ത് അത് ടാപ്പിൻ ഗോളായിരുന്നു. റോജേഴ്സ് എന്ന് പറഞ്ഞ പ്ലെയർ ടാപ്പിൻ ചെയ്ത് സ്കോർ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 38-ാമത്തെ മിനിറ്റിലെ ഗോളാണ്. 38-ാമത്തെ മിനിറ്റിൽ നമ്മളെ ഡുയി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറാണ് സ്കോർ ചെയ്തത്. അത് നമ്മളെന്താ പറയുക, പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ ആ ഗോൾ വിചാരിച്ച ഓനൊന്നെങ്കിൽ ആരും ബാക്ക് പാസ് കൊടുക്കും, അല്ലെങ്കിൽ ചെറിയൊരു ക്രോസ് പോലെ കൊടുക്കും, അല്ലെങ്കിൽ ബോൾ വിങ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നെല്ലാം വിചാരിച്ച് നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കേളർ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് അടിച്ച് അത് സ്കോറായി 38-ാമത്തെ മിനിറ്റിൽ. ഇന്നത്തെ കളി പിന്നെ ഗോളിലോട്ടൊക്കെ വരുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗോളാണ് എൻ്റെ ഫേവറേറ്റ് ഗോൾ. അതിനകത്ത് മൂന്നാമത്തെ ഗോളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നാലും രണ്ടാമത്തെ ഗോളിലേക്ക്, PSG രണ്ടാമത്തെ ഗോളിലേക്ക് വരാമെന്ന് വെച്ചാൽ അവിടെ ഇവരെ റൈറ്റ് വിങ് ബാക്കിൻ്റെ സൈഡിൽ നിന്ന് കളി തുടങ്ങിയ. അപ്പോൾ അതായത്
എന്നിട്ട് ആ ബോൾ വന്ന് മറ്റേ ഇവനെ എന്താ പറയുക, ഹക്കീമി ഉണ്ട്, ഫാബിയൻ റൂയിൻസ് എന്ന് പറഞ്ഞിട്ട് സ്പാനിഷ് പ്ലെയർ, അപ്പോൾ ബാസലിനും കളിച്ചെന്ന് തോന്നുന്നു ഫാബിയൻ റൂയിൻസ്. അപ്പോൾ അവിടുന്ന് ആ ബോൾ എടുത്ത് ഫാബിയൻ റൂയിൻസ് നേരെ കൊവച്ചസ്കാക്ക് കൊടുത്ത്, അവരുടെ പേര് കറക്റ്റ് കിട്ടില്ല, ജോർജിയൻ മെസ്സി എന്നെല്ലാം പറയുന്നത്, കൊവച്ചസ്ക. ആ പ്ലെയറിന് കൊടുത്ത്, ആ പ്ലെയർ എടുത്ത് ബോൾ എടുത്ത് അഡ്വാൻസ് ചെയ്ത് നേരെ ലെഫ്റ്റ് ഫുട്ടോട്ട് ഫിനിഷ് ആയിരുന്നു. അതൊക്കെ ആ പ്ലെയർ 2 കാലം കൊണ്ട് നല്ലോണം ഫിനിഷ് ചെയ്യുന്നല്ലേ, നല്ല എന്താ പറയുക, റൈറ്റും ലെഫ്റ്റും യൂസ് ചെയ്യുന്ന പ്ലെയറാണ്. അപ്പോൾ അതൊരു അടിപൊളി ഗോളായിരുന്നു അത്, ഒരു ലിങ്കപ്പ് പ്ലേയിൽ അടിച്ച ഗോൾ. പിന്നെ മൂന്നാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ 92ാമത്തെ മിനിറ്റിലുണ്ടായതാണ്. അപ്പം അതിന് മുമ്പ് എന്ന് വെച്ചാൽ കുറേ ചാൻസുകൾ ഉണ്ടായിരുന്നു. 57ാമത്തെ മിനിറ്റിൽ ഹക്കീമിൻ്റെ ഒരു കിഡിലൻ ബോൾ നമ്മളെ ആൾ സേവ് ചെയ്ത് മീൻപണ്ണ. അത് അടിപൊളി സേവാണത്. അയ്യോ, അത് ഒരു വേൾഡ് ക്ലാസ് സേവായിരുന്നു. അതിന് നമ്മൾ എന്താ പറയുക, ഗോളികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂട്ടപ്പൊരിച്ചലിൻ്റെ ഇടയിലെല്ലാം സേവ് ചെയ്യുന്നത് പോലെയല്ല, ഈ ഫിനിഷ് ചെയ്യുന്ന ബോൾ സേവ് ചെയ്യുന്ന ആൾ ഗോളികളുടെ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയെടുത്തുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ചിലപ്പോൾ റീബൗണ്ട് എല്ലാം വരുന്നേരം കുറേ അടിയെല്ലാം വരുന്നേരം തട്ടി മുട്ടിട്ടെല്ലാം സേവ് ചെയ്യും. പക്ഷെ അതുപോലെയല്ല, ഈ നല്ല ഗോളികൾ ശരിക്കും പറഞ്ഞാൽ ഫിനിഷിങ്ങുകൾ, അതൊരു ഫിനിഷായിരുന്നു, ഒരു ചെറിയ നൈസായിട്ടുള്ളൊരു ഫിനിഷായിരുന്നു. ചെറിയ ബോൾ എടുത്ത് കയറി ചെറുങ്ങനെ ഒരു എന്താ പറയുക, ചെറിയ രീതി ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിരുന്നു അത്. 57ാമത്തെ മിനിറ്റിൽ ആരെങ്കിലും ആ കളി കണ്ടാക്ക് ശരിക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അത് നല്ലൊരു സേവായിരുന്നു. എമി മാർട്ടിനസിൻ്റെ നല്ലൊരു സേവായിരുന്നു അത്. ഒരു വേൾഡ് കപ്പ് അങ്ങനെ ഒരു ഗോളി അടിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. അത് സേവ് ചെയ്തു. പിന്നെ നമ്മൾ 59ാം മിനിറ്റിൽ മറ്റേ ഇവൻ്റെ പഴയ റയൽ മാഡ്രിഡിൻ്റെ പ്ലെയർ അസെൻസിയോനെ എല്ലാം സബ് ചെയ്തു. പക്ഷെ അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ പൊസിഷനെല്ലാം വളരെ ഇല്ലാന്ന് തന്നെ പറയാം. ഫുൾ പൊസിഷനെല്ലാം PSG ടൈമിലായിരുന്നു മാച്ച്. പിന്നെ ലാസ്റ്റ് പിന്നെ ഫൈനൽ, അതായത് നോർമലി വരുന്ന പോലെ മൂന്നാമത്തെ ഗോൾ 90 മിനിറ്റിന് ശേഷം വന്ന് ഇവർ ഫുൾ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ. പക്ഷേ ആ ഗോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ഡംബലിനെ കൊടുത്ത ത്രൂ ബോൾ, അയ്യോ, അളന്ന് മുറിച്ച മാതിരിയുള്ള ത്രൂ ബോൾ. അതും ഗോൾ അടിച്ചത് നൂനോ മെൻഡസ് ആണ്. അയാൾ സ്കോർ ചെയ്ത ഗോളിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ എന്താ പറയുക, ഒരു വേൾഡ് ക്ലാസ് ഫോർവേഡ് അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ സ്കോർ ചെയ്യുന്ന പോലെയാണ് സ്കോർ ചെയ്തത്. വെസ്റ്റ് ഹാമിൻ്റെ ഡിഫൻഡറെ ഒന്ന് ഫേക്ക് ചെയ്ത് എന്നിട്ട് നല്ല നൈസായിട്ടുള്ള ഫിനിഷിങ്. അപ്പോൾ ഇതിന് അടുത്ത ലെഗ് എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെയാണ് കളി വരുന്നത്, ഇവിടെ ആസ്റ്റൺ വില്ലൻ്റെ ഗ്രൗണ്ടിലാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് ഇനി എന്തായാലും PSG അടുത്ത സെമിയിലേക്ക് അഡ്വാൻസ് ചെയ്യുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. വലിയൊരു ഇതൊന്നുമില്ല, എന്നാലും നല്ലൊരു കളി നമുക്ക് അടുത്ത ലെഗും കാണും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇന്നലെ ബാത്തിൻ്റെ മാച്ചായിരിക്കും കണ്ടായിരുന്നു, ഞാൻ ഇന്നലെ ഈ മാച്ചാണ് കണ്ടത്.